to Julina's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പച്ച പപ്പായ, ഒരു കപ്പ് പഞ്ചസാര, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഫുഡ് കളേഴ്സ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് പപ്പായ പീൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ എടുത്തു മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പപ്പായ എല്ലാം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് പപ്പായ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ പീസസ് ഇടാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായയൊക്കെ ഒരു പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇടാം. 1 കപ്പ് വെള്ളമാണ് പഞ്ചസാരയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായി തിളച്ച് ഒരു നൂൽ പരുവമാകണം. പഞ്ചസാര പാനി നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ഇടാം. ഇനി ഇത് ഷുഗർ സിറപ്പിൽ കിടന്ന് ബാക്കി കൂടെ വേകണം. അതുകൂടാതെ ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുകയും വേണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാം നന്നായി പപ്പായയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പപ്പായയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസൻസ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 3 ബൗളുകളിലായിട്ട് ഇടാം. നിങ്ങൾക്ക് കളറ് ചേർക്കാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കളറിൽ തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ ബാക്കി കളേഴ്സ് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ബൗളിലേക്കും ഓരോ കളർ ഇടാം. നമുക്കിത് ഒരു 12 മണിക്കൂർ ഇതേപോലെ വെക്കണം. ഇതിലെ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പപ്പായ ശരിക്കും അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഡ്രൈ ചെയ്തെടുക്കണം. അതിനായി കിച്ചൺ ടിഷ്യൂയിൽ ഇത് പരത്തിയിടാം.
ശരിക്ക് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ച് സൂക്ഷിക്കാം. ഇനി നമുക്ക് കേക്ക്, കുക്കീസ്, ഐസ്ക്രീം, പുഡിംഗ് ഇവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൂട്ടി ഫ്രൂട്ടി പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.